ഹായ് ഹലോ ഐ എം ലക്ഷ്മി ഹിയർ. അപ്പോൾ ഇന്നും ഒരു പുതിയ വീഡിയോയുമായിട്ട്, ഇന്ന് ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല, ഞാൻ ഇടയ്ക്കൊക്കെ ഫിലിം കാണാൻ പോയിട്ട് എൻ്റെ ഒപ്പീനിയൻ ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിലിം ഏതാണെന്നറിയാവോ? പടക്കളം. ഞാനും കണ്ടു പടക്കളം. ഒരുപാട് പേരിങ്ങനെ റിവ്യൂ പറഞ്ഞു എന്നോട്, കാരണം നല്ല മൂവിയാണ്, പോയി കാണുമ്പോൾ ഒരുപാട് ചിരിക്കാനുള്ള മൂവിയാണെന്നൊക്കെ. അപ്പോൾ ഈ ചിരിക്കാനുള്ള മൂവികൾ ഇപ്പം തിയേറ്ററിൽ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയോട് കൂടി ഞാനും പോയി കണ്ടു. എന്തൊക്കെയാണ് നമ്മുടെ ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ നമ്മുടെ സുരാജ്, സന്ദീപ്, നിരഞ്ജന, അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാർ അതിലുണ്ടായിരുന്നു. ഫിലിമിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഒരു രീതിയിലുള്ള ഭയങ്കരമായ ഒരു ചിരിപ്പടക്കമൊന്നും എനിക്കതിനകത്ത് കാണാൻ പറ്റിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആകെ മൊത്തം ഒരു എന്താണ്, ഒരു ഒന്നിനോട് കണക്ട് ചെയ്യാത്തതുപോലെ എനിക്ക് ചില സമയങ്ങളിലെല്ലാം തോന്നിയിട്ടുണ്ട് ഈ ഫിലിം കണ്ടപ്പോൾ. പിന്നെ വേറൊരു കാര്യം മനസ്സാക്ഷിയിൽ തൊട്ട് പറയുകയാണ് കേട്ടോ, ചില സമയത്ത് നമുക്ക് ചില ഷോട്ടുകൾ നമുക്ക് നന്നായിട്ട് ഹൃദയം തുറന്ന് തന്നെ ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഒരു മുഴുനീള ഒരു ഭയങ്കര ചിരിച്ച് മറിഞ്ഞ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ ഫിലിം കണ്ടിട്ട്. ഷറഫുദ്ദീൻ ആണെങ്കിലും ഭയങ്കര ഒരു ആക്ടിങ്ങും അങ്ങനെ ഒരു ഭയങ്കര ലെവലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. സുരാജ് വെഞ്ഞാറമ്മൂട് സാധാരണ അദ്ദേഹത്തിന്റെ കോമഡികളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്തൊരു വലിയൊരു കോമഡി ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെന്താണ്, അതിനൊരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ നല്ല കണ്ടന്റ് ആയിരുന്നു. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ഒന്നിതായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ നല്ല ഒരു കോമഡി മൂവിയായിട്ട് മാറുമായിരുന്നു തോന്നുന്നു. അപ്പോൾ നിങ്ങളൊരു സിനിമ പ്രേമിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. വൺ ടൈം വാച്ചബിൾ മൂവി അത്രയും. അപ്പോൾ താങ്ക് യു സോ മച്ച്.